ഈ കാണുന്ന ഈ ഷോപ്പിൽ നിന്ന് ഞാനൊരു 6 മാസം മുമ്പ് ഒരു റെൻ്റൽ എഗ്രിമെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാനത് സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറയുക എക്സ്പയറി ആണെന്ന്. അതെങ്ങനെ റെൻ്റൽ എഗ്രിമെൻ്റ് ആണ്. ഞാൻ നേരെ ആ കടയിൽ പോയിട്ട് ഇൻഫോം ചെയ്തു, ഇതുപോലെ പഴയ സ്റ്റാമ്പ് പേപ്പറാണ് തന്നിരിക്കുന്നത്, ഇനി ആർക്കും കൊടുക്കരുത്. എന്നെ പോലെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും. ഐ ജസ്റ്റ് ഇൻഫോം യു, ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് കൊടുക്കണം, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ റെസ്പെക്ട് കൊടുത്ത് കാര്യമായിട്ട് അവരോട് പറയുമ്പോൾ അവനെന്നെ ഭയങ്കരമായിട്ട് ഒരുമാതിരി മോശമായിട്ട്, കാരണം അവരുടെ മേലെ തെറ്റ്, അതുകൊണ്ടാണ് അവരങ്ങനെ ബിഹേവ് ചെയ്തത്. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഇവിടെയുള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള നിയമമാണെന്ന് പറയേണ്ടത് എനിക്ക് എക്സാക്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രൂഫായിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് എക്സ്പയറി ആണ് എന്നുള്ളത്. ഇവിടെ ഇവർ കൊടുത്തിരിക്കുന്നത് January 22 ആണ് കൊടുത്തിരിക്കുന്നത്, 2025. ആക്ച്വലി ഞാൻ എടുത്തത് ജനുവരി അല്ല, ജൂൺ ആണ്. അതേ ദിവസം തന്നെ ഞാൻ നോട്ടറി സൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നോട്ടറി സൈൻ 19th വന്നിരിക്കുന്നത്, 6/19. ഇവിടെ വന്നപ്പോൾ 22 Jan. അപ്പോൾ അവർ വാണ്ടഡ് ആയിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയിട്ട് തന്നെ തന്നതാണ്. നിങ്ങൾ ആരെങ്കിലും ഇനി റെൻ്റൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് ചെയ്യാൻ പോവാന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ റെൻ്റൽ എടുക്കുന്ന ആ മാസത്തെ ആണോ ഡേറ്റ് എന്നുള്ളത് നോക്കണം. കാരണം 11 month ആണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത് സ്റ്റാമ്പിന്. തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുണ്ട് പറ്റിക്കുന്നവർ. നിങ്ങൾ ഇനി റെൻ്റൽ ചെയ്യാന്നുണ്ടെങ്കിൽ സ്റ്റാമ്പിൻ്റെ ഡേറ്റ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഈ നിയമം പുതുതായിട്ട് വന്നതാണ്. പക്ഷേ ആ നിയമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ആ ഡേറ്റ് ആണോ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് പറ്റിയ അമ്പളി നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ.